നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളത്ത് പൈനാപ്പിൾ വ്യാപാരികളുടെ മഹാസംഗമം, വാദ്യമേളങ്ങളും കലാരൂപങ്ങളുമായി നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ വിപണിയായ വാഴക്കുളത്ത് ആവേശത്തിന്റെ അലയൊളികൾ തീർത്ത ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ 39ാം വാർഷിക പൊതുയോഗം നടന്നു. അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും വൈവിധ്യമാർന്ന കലാരൂപങ്ങളോടെയും നടത്തിയ ഘോഷയാത്ര വാഴക്കുളത്തിന് ഉത്സവ പ്രതീതി പകർന്നു. ഘോഷയാത്ര സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നപ്പോൾ സെക്രട്ടറി ജോസ് വർഗീസ് സ്വാഗതം ആശംസിച്ച് പൊതുയോഗത്തിന് തുടക്കം കുറിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളായ മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമക്കൽ, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, പായപ്പട പഞ്ചായത്ത് അംഗം നജീബ് ഇ.ജെ, ആവോല് പഞ്ചായത്ത് അംഗം രമ്യ ലിയോ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ജെഎൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ടോം ജോസഫിനെയും ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റ് മുഹമ്മദ് നിയാസിനെയും മൊമെന്റോ നൽകി ആദരിച്ചു. ഏകദേശം 3000 കോടി രൂപയുടെ വാർഷിക വരുമാനമുള്ള പൈനാപ്പിൾ മേഖലയിലെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സമഗ്ര പഠനം അനിവാര്യമാണെന്നും ഈ വിവരങ്ങൾ ശേഖരിച്ചാൽ പൈനാപ്പിൾ മേഖലയ്ക്ക് പ്രയോജനകരമായ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുമെന്നും പൈനാപ്പിൾ മേഖലയ്ക്ക് ഇത് പുതുജീവൻ നൽകുമെന്നും ടോം ജോസഫ് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ്, ട്രഷറർ ജോസ് മാത്യു മോനുപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോസഫ്, ജിമ്മി ജോർജ്, ഷൈൻ ജോൺ, ജെയ്സൺ ജോസ്, സാലക്സ് അലക്സ്, വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർമാരായ MP തോമസ്, സിജോ ജോർജ്, ഡിബിൻ ജോസ് എന്നിവർ പരിപാടിയുടെ വിവിധ ഘട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. വാഴക്കുളം പൈനാപ്പിൾ എന്ന ബ്രാൻഡിനെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും പുതുതായി രൂപീകരിച്ച കമ്പനി വഴി കർഷകർക്ക് ശക്തമായ വിപണന വേദി ഉറപ്പാക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.